ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ വാരഫലമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികകാൽ നക്ഷത്രങ്ങള്. കലാകായിക രംഗത്തുള്ളവർ ശോഭിക്കും. കർമ്മരംഗത്ത് പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. അയൽവക്കക്കാരുമായി സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും. ഇടവക്കൂറ്, കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, അര നക്ഷത്രങ്ങള്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സർക്കാർ ജോലിക്ക് ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. നിലവിൽ ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ കിട്ടും. മിഥുനക്കൂറ്, മകീര, അര, തിരുവാതിരം, പുണർതം മുക്കാൽ നക്ഷത്രങ്ങള്. വിദേശത്തുള്ള സുഹൃത്തുക്കൾ നാട്ടിലെത്തി അതുവഴി നേട്ടമുണ്ടാകും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ആരോഗ്യം തൃപ്തികരം. കർക്കിടകക്കൂറ്, പുണർതം കാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങള്. ഈ വാരം പൊതുവെ ഗുണപ്രദമായിരിക്കും. പുതിയ വീട്, വാഹനം ഇവയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും വളരെ നല്ല സമയമാണിത്. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രംകാൽ നക്ഷത്രങ്ങള്. കർമ്മരംഗത്ത് തടസ്സം നേരിടും. സർക്കാർ ജീവനക്കാർക്ക് മോശം സമയമാണ്. സസ്പെൻഷൻ, സ്ഥലമാറ്റം അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ഇവയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വളരെ ഞെരുക്കം വരുന്നൊരു ആഴ്ചയായിരിക്കും ഇത്. കന്നിക്കൂർ, ഉത്രമുക്കാല, അത്തം, ചിത്ര, അര നക്ഷത്രങ്ങള്. കർമ്മരംഗത്ത് പുരോഗതിയും പുതിയ തൊഴിൽ രംഗങ്ങൾ തേടിപ്പോകാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ നിഷ്പ്രഭരാകും. സന്താനങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള അവസരമുണ്ടാകും. വിദേശത്ത് പഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും അതിന് സാധ്യതയുണ്ട്. തുലാക്കൂറ്, ചിത്ര, അര, ചോതി, വിശാഖ മുക്കാൽ നക്ഷത്രങ്ങള്. കടുത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും ഇല്ലാതെയാകും. തൊഴിൽ തേടി സ്വന്തം ദേശം വിട്ട് ദൂരെ പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും. അടുത്ത് വൃശ്ചികക്കൂറ്, വിശാഖം കാല, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങള്. എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും. പുതിയ വാഹനം, ആഭരണം ഇവ വാങ്ങുവാൻ സാധ്യതയുണ്ട്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം കാൽ നക്ഷത്രങ്ങള്. ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരാഴ്ചയാണിത്. റിയൽ എസ്റ്റേറ്റ് വഴി പണം ലഭിക്കും. ബിസിനസ് രംഗത്തുള്ളവർ ശോഭിക്കും. അപ്രതീക്ഷിത ധനം, ലോട്ടറി ഭാഗ്യം ഇവ ലഭിക്കുവാനും സാധ്യതയുണ്ട്. മകരക്കൂറ്, ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം, അര നക്ഷത്രങ്ങള്. വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ധനം ആവശ്യത്തിന് ലഭിക്കുമെങ്കിലും അമിത ചിലവ് മൂലം അതെല്ലാം നഷ്ടപ്പെടും. സിനിമ, കലാകായിക രംഗത്തുള്ളവർ ശോഭിക്കും. ബിസിനസ്സുകാർക്കും നല്ല സമയമാണിത്. കുംഭക്കൂറ്, അവിട്ടമര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങള്. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് പണം കണ്ടെത്തി തുടക്കമിടും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. സർക്കാരിൽ നിന്നും കിട്ടാനുള്ള ആനുകൂല്യം ഈ ആഴ്ച ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മീനക്കൂറ്, പൂരട്ടാതി കാല, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങള്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യതയുണ്ട്. പുതിയ വീടിന്റെ നിർമ്മാണങ്ങളെക്കുറിച്ച് ആലോചന തുടങ്ങും. അതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും. വിദേശത്ത് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. കൃഷി രംഗത്തുള്ളവർക്കും ബിസിനസ്സുകാർക്കും ഈ ആഴ്ചവട്ടം അനുകൂലം തന്നെയായിരിക്കും. ആരോഗ്യനില തൃപ്തികരം. അപ്പൊ ഇതൊരു പൊതുഫലം മാത്രമാണ്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ചും ദശാകാലം അനുസരിച്ചൊക്കെ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.